ഇപ്പം നമ്മൾ ഈ സ്കില്ലുള്ള ആൾക്കാർക്ക് തന്നെ ജോലി നോക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മുംബൈ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട് ഡൽഹി NCR നമ്മൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടും, അല്ലെങ്കിൽ ദുബായ് പുറത്ത് പോകുന്നത് ഇവിടുന്ന് പോവാ. അതെ, ഇനി അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ഇപ്പൊ പണ്ട് ഗൾഫിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മൈഗ്രേഷൻ ഇപ്പൊ മാറിയിട്ട് യൂറോപ്പിലേക്കായി, UK, കാനഡ എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് ഈ MBA ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും ഐസ് വാരിട്ടാണെങ്കിലും ലിറ്ററലി ഐ എം നോട്ട് സെയിങ് ദാറ്റ്സ് ബാഡ്, ബട്ട് ഇവിടെ എന്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ കുറ്റം പറയാണ് നാടിന് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്ക് ഉണ്ടാക്കിക്കോ. എക്സാക്ട്ലി, ദാറ്റ് ഇസ് ദ പോയിന്റ്. അത് ഇവിടെ നമ്മൾ അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കാണ്ടാണ് നമ്മൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ, ഇവിടെ നല്ല കമ്പനീസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ആർക്കും നമുക്കൊക്കെ ഇപ്പൊ പുറത്ത് പോകാൻ താല്പര്യം ഉണ്ടായിട്ടാണോ? സ്വന്തം വീടിനും ഫാമിലിയൊക്കെ വിട്ടിട്ട് ഈ കഷ്ടപ്പെട്ടിട്ട് പ്രവാസിയാവാൻ ആർക്കാ താല്പര്യമുള്ള? സോ അതിനുള്ള എക്കോസിസ്റ്റം ഇവിടെ അറ്റ്ലീസ്റ്റ് നമ്മൾ അടുത്ത ജനറേഷനെങ്കിലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കുക. ബാക്ക് ടു ഗ്ലോറി എന്നുള്ള രീതിയിലേക്ക് പണ്ടൊരു പ്രതാപകാലമായിരുന്ന മലബാറിനെ എല്ലാം ഇവിടെ തന്നെ ഉള്ളുണ്ട്. ആ ഒരു എക്കോസിസ്റ്റം ഇവിടെ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് ആണ് ഗ്രേറ്റർ മലബാർ എന്ന് പറയുന്നത്.